ഹലോ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ അട്ടപ്പാടി ചുരത്തെക്കുറിച്ചും അതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചും മനോഹാരിതയെക്കുറിച്ചുമായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അട്ടപ്പാടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി കാണുന്ന ആനമൂളി റോഡിൻ്റെ കണ്ടീഷനാണ്. ഇപ്പോൾ കൊടും ചൂടാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മഴക്കാല സീസൺ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഗസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഈ വഴി ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നൊരു റോഡുമാണ്. അതിനോടൊപ്പം ഇവിടെയുള്ള ജനത ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റോഡുകളിൽ ഒരു റോഡാണ് ആനമൂളി റോഡ്. ഈ ഒരു രീതിയിലേക്കാണ് നമ്മുടെ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നില്ല എന്നതിനുള്ള ഒരു എവിഡൻ്റാണ് ഈ റോഡ് ഇന്നും ഇങ്ങനെ നിലകൊള്ളുന്നത്. സോ ഇനി നമുക്ക് അട്ടപ്പാടിയുടെ ചുരത്തിൻ്റെ ഇടങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. മഴക്കാടുകളും ഇലപൊഴിയും കാടുകൾ കൊണ്ടും നിറഞ്ഞതാണ് നമ്മുടെ അട്ടപ്പാടി ചുരത്തിൻ്റെ ഇരുഭാഗങ്ങളും. അതുകൊണ്ടു തന്നെ ചെറിയ പ്ലാന്റുകൾ ഈ ഭാഗങ്ങളിൽ വളർന്നു വരികയും ആ പ്ലാന്റുകൾ പിന്നീട് വലിയ മരങ്ങളായി മാറുകയും അത് വലിയ കാടുകളായി മാറുകയും അത് വലിയൊരു ആവാസ വ്യവസ്ഥയായി തീരുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് മനുഷ്യന് ഉപകരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയായിട്ടാണ് മാറുന്നത്. പക്ഷേ മനുഷ്യർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഇടപെടലുകൾ കാരണം നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചെറിയ പ്ലാന്റുകൾ വളർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. കാരണം പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് ആളുകൾ നിക്ഷേപിക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ചില വളവുകളൊക്കെ നമുക്ക് കയറുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ദുർഗന്ധം വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. പ്രകൃതി എത്രത്തോളം ക്ലീൻ ആയിട്ടാണ് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ടൊരു ബോധന ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രകൃതിയോട് നമുക്കുള്ള കടപ്പാടിനെക്കുറിച്ചൊരു അവയർനെസ് കറക്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യില്ല. പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ള റിയാലിറ്റി മനുഷ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും വീട്ടിലുള്ള ബെഡുകൾ, അതുപോലെ തന്നെ മറ്റു പറയാൻ പറ്റാത്ത ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് മനുഷ്യർ നിക്ഷേപിക്കുന്നുണ്ട്. വാൽപ്പാറ യാത്രയിലും അതിനോടൊപ്പം തന്നെ നെല്ലിയാമ്പതി യാത്രയിലും ഇത്തരത്തിലുള്ള ഒരു ലോകം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഫോറസ്റ്റ് ഏരിയ എത്രത്തോളം ക്ലീനാണ് എന്നുള്ളതും അത് എത്രമാത്രം ക്ലീനായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതുമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നല്ല ഒരു നടപടിക്രമങ്ങൾ ഫോറസ്റ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആസ് എ വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യർക്കെതിരെ കൃത്യമായിട്ട് നടപടി എടുക്കണമെന്നും അതിനോടൊപ്പം തന്നെ ഫൈന് ചുമത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണത ഒഴിവാക്കണമെന്നാണ് ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ നമ്മുടെ സുന്ദരമായിട്ടുള്ള പൊല്യൂഷനൊന്നുമില്ലാത്ത നല്ലൊരു പ്രകൃതി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം.